അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഒരു മാസ്കാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസ്കാണ്. നല്ല ഫിറ്റിംഗ് ആണ്. ഫാമിലി ഫുള്ളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ഉള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു അളവാട്ടോ. അപ്പോൾ നമുക്ക് പുരുഷന്മാർക്ക് വേറെ അളവ്, സ്ത്രീകൾക്ക് വേറെ അളവ്, കുട്ടികൾക്ക് വേറെ അളവ്, അങ്ങനെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇനി പുരുഷന്മാരുടെ ഒരു അളവാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. ഇപ്പോൾ ഇത് നമ്മളിവിടെ സ്ത്രീകളുടെ ഒരു അളവ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും സ്ത്രീകൾക്കുള്ള ഒരു അളവാട്ടോ. അപ്പോൾ നമുക്കുള്ള നല്ല തുണി, ഏത് ഇഷ്ടമുള്ള തുണിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പുള്ളിയുള്ള തുണി, ഭംഗിയുള്ള തുണി നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. കോട്ടൻ്റെ തുണി, ഇത് കോട്ടൻ്റെ പ്ലെയിൻ തുണിയിൽ ചെയ്തതാണ്. ഇത് ഇതേപോലെ ഡിസൈനുള്ള തുണിയിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് അളവ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ തുണി നിർത്തിയിട്ടിട്ടുണ്ട്. ഞാനിതേപോലെ അതിൻ്റെ ഒരു അളവ് പറഞ്ഞു തരാം കേട്ടോ. ഇത് പുരുഷന്മാർക്ക് നമ്മൾ എടുക്കേണ്ട 12 വീതി 12 ഇഞ്ച് നീളം പുരുഷന്മാരുടെ അളവ് കേട്ടോ. അതിന് നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടത് 7.5 ഇഞ്ച്. അതുപോലെ സ്ത്രീകൾക്ക് നമ്മൾ 11 ഇഞ്ച് വീതി 11 നീളം വള്ളി എലാസ്റ്റിക് വെക്കേണ്ടത് 6.5. കുട്ടികൾക്ക് ഇതേപോലെ തന്നെ 9.5 ഇഞ്ച് വീതി 9.5 ഇഞ്ച് നീളം വള്ളിക്ക് വെക്കാൻ എലാസ്റ്റിക് 6. ബേബീസിനൊക്കെ നമ്മൾ 6 ഇഞ്ച് വീതി 6 ഇഞ്ച് നീളം വള്ളി എലാസ്റ്റിക് 4 ഇഞ്ച് നീളം. അങ്ങനെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു കണക്ക്, ഓരോരുത്തരുടെ ഇതിനനുസരിച്ചുള്ള കണക്ക് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പുരുഷന്മാരുടെ അളവാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ 12 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ തുണിയിൽ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ തുണി നമ്മളിവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീതി 12 ഇഞ്ച് എടുക്കാം. അതുപോലെ തന്നെ നീളം 12 ഇഞ്ച് എടുക്കാം. ഇതിലളവ് നമ്മൾ ഇതൊന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 12x12 സമചതുരത്തിലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് സമചതുരത്തിൽ 4 മടക്കിയെടുക്കാം. ആദ്യം ഈ ഒരു നടുമടക്കുക, അതേപോലെ തന്നെ ഇങ്ങനെ മടക്കുക. അങ്ങനെ 4 നമ്മൾക്കിത് മടക്കിയെടുക്കാം. ഇനി നമുക്ക് 4 മടക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് 6 ആണ് വീതിയും നീളവും നമുക്ക് കിട്ടുക. ഈ 6 വീതി കിട്ടിയാൽ ആ കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ നേരെ നടുവിലേക്ക് 6 എടുക്കാം. നേരെ 6 എടുത്തിട്ട് നമ്മളതൊന്ന് അടയാളപ്പെടുത്താം. ഇപ്പോൾ സെൻറ്ററിൽ നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ ഈ കോർണറിൽ
ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം. രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അത് ഒന്ന് സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ഇഞ്ച്, ഈ സൈഡും ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി അടയാളപ്പെടുത്തിയെന്ന് ഈ കോർണറിലേക്ക് നമ്മൾ ഒന്ന് ചെരിച്ചിട്ട് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും നമ്മളിതൊന്ന് ചെരിച്ചിട്ട് കോർണറിലേക്ക് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ നടുഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തിയത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് റൗണ്ടായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഈ ഭാഗം മൂക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ ഷേപ്പ് ചെയ്തതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ റൗണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഈസിയാണ്. നമ്മൾ കട്ട് ചെയ്യാനായാലും അടിക്കാനായാലും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു മാസ്കാണ്. ഇനി നമ്മൾ ഈ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 4 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 4 പീസ്, 4 പീസുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടിക്കണത് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ 2 പീസായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ 2 പീസ് നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് 2 പീസുണ്ട്, ഇത് 2 പീസുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ 2 പീസ് എടുത്തിട്ട് ഇനി നമ്മൾ ഈ റൗണ്ട് ഭാഗമല്ലേ അതൊന്ന് അടിച്ചു കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ വീഡിയോ എടുക്കണ കാരണമാണ് നമുക്ക് ഇത്രയും ഒരു സമയം വരുന്നത് കേട്ടോ. അത്രയും സമയമൊന്നും ആവശ്യമില്ല. ഇതേപോലെ രണ്ടും ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഇങ്ങനെ മറിച്ച് പിടിക്കാം. എന്നിട്ട് ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ അടി വന്നിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒന്ന് ഒരു 2 മടക്കിട്ടിട്ടൊന്ന് മടക്കി അടിക്കാം.
രണ്ടിൻ്റെയും രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ മടക്കി അടിക്കാം. നമ്മളിവിടെ 4 സൈഡും അടിക്കുന്നുണ്ട്. അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ അടി വരുന്നത് ഉള്ളിലേക്കാവണം കേട്ടോ. ഈ ഭാഗം ഉള്ളിലേക്ക് മടങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. നമ്മളിവിടെ ഒരു 4 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. നൂലൊക്കെ നമ്മൾ അപ്പോഴേക്കും തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 4 ഭാഗം അതേപോലെ അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് ഇനി നമുക്ക് അതിൻ്റെ നമുക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ നല്ല വശം കൂടെ കൂട്ടി പിടിക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ മൂക്കിൻ്റെ അവിടേക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് മോന കൂടുതലുണ്ട്. ആ ഭാഗം രണ്ടും സൈഡും ഒരേപോലെ ഒരു സ്ഥലത്തേക്ക് വരണം, മറ്റേ സൈഡ് ഒരേ സ്ഥലത്തേക്ക് വരണം. അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഈ അറ്റത്തുനിന്ന് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ഉള്ള ഭാഗത്തുനിന്ന് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് കെട്ടിട്ടെടുക്കാം. ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ. നമ്മളിവിടെ കെട്ടിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മളിത് തുണി മറിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മറിക്കുമ്പോൾ അതിൻ്റെ അവിടെ അഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെട്ടിട്ടിട്ട് വേണം നമ്മൾ അടിക്കാൻ കേട്ടോ. ഇതൊന്ന് കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചു വരാം. ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഈ കോർണർ എത്തുമ്പോൾ നമ്മൾ ഒന്ന് നിർത്തി കൊടുക്കാം. ഒന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും അവിടുന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ 2 സൈഡിലും അടിച്ചെടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കാം. കെട്ടിടാൻ മറക്കരുത്. നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ 2 ഭാഗം കേട്ടോ, നമ്മൾ 2 ഭാഗം റൗണ്ടിൽ അടിച്ചിട്ടുള്ള 2 ഭാഗവും ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഇതൊന്ന് മറിച്ചെടുക്കലാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് മറിച്ചെടുക്കാം. അങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. നമ്മളിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്.
രണ്ട് സൈഡും ഇതേപോലെ. ഇപ്പോൾ നമുക്കിത് ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ആയിട്ടുള്ളത് ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അതുപോലെ തന്നെ ഈ സൈഡൊക്കെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിൽ ഇതേ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എലാസ്റ്റിക്കാണ്. എലാസ്റ്റിക് നമ്മൾ ഒരു 7.5 ഇഞ്ച് എലാസ്റ്റിക് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. 2 വള്ളി നമ്മൾ 7.5 ഇഞ്ചിൽ എടുക്കണം. നമ്മളിവിടെ 7.5 ഇഞ്ചുള്ള 2 വള്ളി കട്ട് ചെയ്തെടുക്കാം. അതേപോലെ 2 വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 വള്ളിയിൽ നമ്മൾ ഒരു വള്ളി എടുത്തിട്ട് ഈ നമ്മളുടെ ഇവിടെ ഉള്ള ഈ ഹോളിൽ വെച്ച് കൊടുക്കാം. ഹോളിൽ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് അടിച്ചു വരാം. കെട്ടിട്ട് അടിച്ചതിന് ശേഷം ഇതിൻ്റെ മറ്റേ ഭാഗം ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. വെക്കുമ്പോൾ തിരിച്ച് ശരിക്ക് കറക്റ്റായി വെക്കാം. ഇത് നമ്മളിതൊന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ നിർബന്ധമില്ല, എന്നാലും നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ സൈഡ് ഫുള്ളും അങ്ങനെ അടിച്ചെടുക്കാം. ഈ സൈഡിൽ എത്താനാകുമ്പോൾ നമ്മൾ അടുത്ത വള്ളി ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മളിതിവിടെ ഒന്ന് കെട്ടിട്ടെടുക്കാം. വള്ളി പെട്ടെന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കെട്ടിടണ. ഇനി ഇത് ഈ സൈഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ടെടുക്കാം. പിന്നെ ബാക്കിയുള്ള സ്ഥലം നമ്മൾ ഇതേപോലെ ശരിക്കും കറക്റ്റ് പിടിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ബാക്കിയുള്ള ഭാഗം അടിച്ചെടുക്കുന്നുണ്ട്. കെട്ടിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മളുടെ മാസ്ക്. അപ്പോൾ ഇത് വലിയ ആണുങ്ങളുടെ സൈസാണ് കേട്ടോ. 12 ഇഞ്ച് നമ്മൾ ആണുങ്ങളുടെ സൈസാണ്. 11 ഇഞ്ചാണ് സ്ത്രീകൾക്കുള്ള അളവ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റുന്ന 6-7 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്പീരിയൻസ് ആവുകയാണെങ്കിൽ അതിനേക്കാളും സമയം കുറവ് മതി നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ, നല്ല ഷേപ്പിൽ ഇങ്ങനെ കെടുക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് വലിയ സൈസ്, ഇത് നമ്മൾ ചെറിയ സൈസ്. ഇനി നമ്മളെ കുട്ടികളുടെ സൈസ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെ സൈസും ഇതൊന്നുകൂടി കാണിക്കാം. ഇതാണ് പുരുഷന്മാർക്ക് 12, സ്ത്രീകൾക്ക് 11, കുട്ടികൾക്ക് 9.5,
വീതി 9.5, നീളം. ചെറിയ ബേബികൾക്ക് 6 വീതി, 6 നീളം. വള്ളി 4.5. അങ്ങനെ ഈ അളവിൽ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ അതേ നല്ല ഷേപ്പിൽ നമുക്കിങ്ങനെ കിടക്കും. നല്ല ഷേപ്പുള്ള മാസ്കാണ്. നല്ല ഇടാനും നല്ല സുഖമാണ്. അധികം അങ്ങനെ ടൈറ്റൊന്നും ഇല്ലാണ്ട് നല്ല എയറൊക്കെ കിടക്കും. നല്ലൊരു സുഖമായിട്ടുള്ള ഇടാൻ സിമ്പിളായിട്ടുള്ള ഒരു മാസ്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ പറയുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.